നമസ്കാരം, ഞാൻ നിങ്ങളുടെ രോഹിത്. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം KSRTCക്കും ഒപ്പം പ്രൈവറ്റ് ബസ്സുകൾക്കും ഓട്ടത്തിലൂടെ മാത്രമല്ലാതെ വരുമാനം നേടാനുള്ള മറ്റു വഴികളെ പറ്റിയാണ്. ഇന്ന് പൊതുവെ എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ട് തരത്തിലുള്ള ബസ് വഴിയാണ് ഗതാഗതം നടക്കുന്നത്. ഒന്ന് സ്വകാര്യ മേഖല, രണ്ട് പൊതുമേഖല. ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഒരുപോലെ വരുമാനം കിട്ടാനുള്ള വഴിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സത്യത്തിൽ ഈ ഐഡിയ എൻ്റെ മാത്രമല്ല, താജുദ്ദീൻ സുലാഹി എന്നൊരു സുഹൃത്തിൻ്റെ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആശയത്തോടൊപ്പം ഞാൻ എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയ മറ്റ് ചില ആശയങ്ങൾ കൂടെ നിങ്ങളോട് പങ്കുവെക്കാം. നമുക്ക് ഈ വരുമാന മാർഗത്തെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പരസ്യ വരുമാനം, രണ്ട് പരസ്യേതര വരുമാനം. ആദ്യം നമുക്ക് പരസ്യ വരുമാനത്തെപ്പറ്റി പറയാം. ആദ്യമായിട്ട് തന്നെ ഒരു ഡിജിറ്റൽ രൂപത്തിലേക്ക് നിലവിലെ ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സർവീസുകളെ മാറ്റുക എന്നതാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് എല്ലാ ബസ്സുകളിലും കുറഞ്ഞത് 2 ETM മെഷീനുകൾ, അതായത് ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകൾ നൽകുക. അതാത് ബസ് സർവീസിംഗ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കുക. ശേഷം അതിൽ നിലവിലെ സർവീസുകൾ, അതിന് വേണ്ട നിരക്കുകൾ, ബസ് റൂട്ടുകൾ, ബസ് ഡിപ്പോകളുടെ ഡീറ്റെയിൽസ്, ബസ് ജീവനക്കാരുടെ ഡീറ്റെയിൽസ്, യാത്രക്കാരൻ്റെ പ്രൊഫൈൽ എന്ന് വേണ്ട ഒരു ബസ് സർവീസ് പ്രൊഫഷണലായിട്ട് നടത്താൻ എന്തൊക്കെ വേണോ അതെല്ലാം ഉൾക്കൊള്ളിക്കുക. മാത്രവുമല്ല, ഈ ബസ് ടിക്കറ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഈ ആപ്ലിക്കേഷനിൽ ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ ആശയം പരസ്യ വരുമാനം എന്നതാണ്. നമുക്ക് നിലവിലെ ബസ് സർവീസുകളിൽ വരുമാനം കിട്ടുന്നത് അത് ഓടിയാണ് കിട്ടുന്നത്, അതായത് സർവീസ് നടത്തിയാണ് കിട്ടുന്നത്. പക്ഷേ അത് നമുക്ക് മറ്റൊരു തരത്തിലൂടെ നമുക്ക് വരുമാനം അതിൽ ഉണ്ടാക്കാം. അതിലൊന്നാണ് പരസ്യ വരുമാനം. ഈ പരസ്യ വരുമാനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ബസ്സുകളെയും ബസ്സുമായിട്ട് അനുബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളെയും വേണ്ടി വന്ന സാധനങ്ങൾ, യാത്രക്കാർ ആയിട്ടുള്ള ആളുകളെ പോലും നമുക്ക് വരുമാനം നേടാനായിട്ട് ഉപയോഗിക്കാം. നിലവിൽ KSRTCയിലും പ്രൈവറ്റ് ബസ്സിലും ഒക്കെ നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട്. എന്നാൽ അവയെല്ലാം വളരെ ചെറിയ അളവിലാണ്. ബസ്സിൻ്റെ സൈഡിലോ അങ്ങനെ ഫ്രണ്ടിലോ പുറകിലോ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഓടുന്നൊരു ബസ് മൊത്തം ഒരു പരസ്യമായിട്ട് അങ്ങ് ഉപയോഗിച്ചാലോ? അതായത് ബസ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ എവിടെയൊക്കെ പരസ്യങ്ങൾ ആശയപരമായിട്ടും ധാർമ്മികമായിട്ടും കൊടുക്കാവോ അവിടെ എല്ലാം കൊടുക്കണം. അതിനായിട്ട് പരസ്യങ്ങൾ സ്പോൺസർ ചെയ്യാൻ വിവിധ കമ്പനികൾക്ക് അവസരങ്ങൾ നൽകണം. നാഷണലും ഇൻ്റർനാഷണലും അങ്ങനെ ഏതെങ്കിലുമൊക്കെ. ഇപ്പം സ്പൈസ് കമ്പനി, അല്ലെങ്കിൽ ജുവല്ലറി, അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ്, തുണിക്കട, ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ, അങ്ങനെ ഏതെങ്കിലും ധാർമ്മികമായിട്ടും പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരു പരസ്യം ചെയ്യാനുള്ള അവസരം കമ്പനികൾക്ക് കൊടുക്കണം. അപ്പോൾ അതിലൂടെ ഒരു എക്സ്ട്രാ വരുമാനം കമ്പനിക്ക് കിട്ടുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വിശദമായിട്ട് ഈ പരസ്യ മേഖല എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടർ, ഡ്രൈവർ എന്നിവരുടെ യൂണിഫോമിലും അവരുടെ തൊപ്പിയിൽ, അവരുടെ ബാഗിൽ എന്നിവയിലെല്ലാം നമുക്ക് പരസ്യം ചേർക്കാം. ഇതിപ്പോൾ ഇൻ്റർനാഷണൽ മാത്രമല്ല, ലോക്കലായാലും അങ്ങനെയുള്ള ആൾക്കാരുടെ പരസ്യവും അനുവദിക്കണം. പിന്നെ സർക്കാർ പരസ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ചിലവാക്കാറുണ്ട്. അത് സർക്കാരിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. അപ്പോൾ സർക്കാർ പരസ്യങ്ങൾ സർക്കാർ ബസ്സിൽ തന്നെ പതിക്കണം. ശരിയല്ലേ? ഇനി നമുക്ക് പരസ്യേതര വരുമാനത്തെ പറ്റി പറയാം. അതായത് ഇപ്പോൾ ബസ് സ്റ്റാൻഡുകൾ, എല്ലാവരും യാത്ര ചെയ്യാൻ ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി അങ്ങനെയാണ് എല്ലാവരും പൊതുവെ പോകുന്നത്. പിന്നെ അല്ലാതെ റോഡ് സൈഡിൽ നിന്ന് മറ്റേ കയറും. അപ്പോൾ ഈ രണ്ട് സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട് പരസ്യേതര വരുമാനങ്ങളായിട്ട്. അതായത് ബസ് സ്റ്റാൻഡുകളെ നമുക്ക് ഒരു വരുമാന മാർഗ്ഗമാക്കാം. ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പം വലിയൊരു ഏരിയയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ പൊതുവേ മിക്ക ബസ് സ്റ്റാൻഡുകളിലും വല്ല ബേക്കറി കടയോ അല്ലെങ്കിൽ തുണിക്ക് കടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സെറ്റപ്പിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ലോട്ടറി കടയൊക്കെ കാണും. അപ്പോൾ അതൊരു മിനി ടൗണിൻ്റെ സെറ്റപ്പ് ആക്കണം ബസ് സ്റ്റാൻഡ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ സാധനം മേടിച്ചുകൊണ്ട് പോകാവുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. ഇപ്പം കോഫി ഷോപ്പ്, ATM, ഫാർമസി, പിന്നെ ചെറിയ കടകൾ, അങ്ങനെ. പിന്നെ വെയിറ്റിംഗ് ഷെഡുകളുണ്ടല്ലോ, ബസ്സിൻ്റെ മിനി ഷെൽട്ടർ എന്നൊക്കെ പറയില്ലേ, വെയിറ്റിംഗ് ഷെഡ്. നമ്മൾ നോർമൽ ഭാഷയിൽ വെയിറ്റിംഗ് ഷെഡെന്ന് പറയും. അപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡുകൾ നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ പരസ്യ കമ്പനികളെ വെച്ചുകൊണ്ട് പരസ്യം ചെയ്യിക്കാം. ശരിയല്ലേ? ഇപ്പം ബസ്സേ ചെയ്യുന്ന പോലെ തന്നെ വെയിറ്റിംഗ് ഷെഡുകളിനകത്തും പരസ്യം ചെയ്യാൻ അവസരം വിവിധ കമ്പനികൾക്ക് നൽകണം. അപ്പം അത് അവർ മെയിൻ്റെനൻസ് ചെയ്തോളും. അപ്പോൾ അവിടെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള അല്ലെങ്കിൽ
അവിടെ യാത്ര ചെയ്യാൻ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും അത് സൗകര്യമാവും. കാര്യം അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമല്ലോ, ലൈറ്റ്, സീറ്റ്, ഇരിപ്പിടങ്ങൾ, കുടിവെള്ളം, അങ്ങനെയുള്ള അടിസ്ഥാനമായിട്ടുള്ള പദ്ധതികളൊക്കെ. അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ, നിലവിൽ സ്മാർട്ട് ഫോണുകളില്ലാത്ത ആളുകൾ കുറവാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്ന ഓരോ ആളുകളെയും ടാർഗറ്റ് ചെയ്ത് നമുക്ക് ഒരു പരസ്യ ദാതാവാക്കാം, അല്ലെങ്കിൽ ഒരു പരസ്യം ചെയ്യുന്ന ഒരു മോഡലാക്കാം. അപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ അവരെ നമുക്ക് സ്വകാര്യ അല്ലെങ്കിൽ പൊതു ഉത്തരവാദിത്തത്തിൽ ഓടുന്ന ഒരു ബസ് സർവീസിൻ്റെ കീഴിൽ ഒരു വെബ്സൈറ്റ് വഴിയോ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഒന്നിപ്പിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫേസ്ബുക്കുണ്ട്, യൂട്യൂബുണ്ട്. അപ്പം എനിക്ക് ഫേസ്ബുക്കിൽ ഒന്ന് കയറണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കയറും. അപ്പം മറ്റുള്ള ആൾക്കാർ യൂട്യൂബിൽ കാണണം എന്ന് തോന്നുമ്പോൾ യൂട്യൂബിൽ കയറും. അപ്പോൾ ഓരോ യാത്രക്കാരൻ്റെ കയ്യിൽ അതാത് ബസ് സർവീസിൻ്റെ, അതായത് ഇപ്പം KSRTCക്കാണ് അങ്ങനെ, പ്രൈവറ്റ് ബസ് യൂണിയനാണ് അങ്ങനെ, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഒക്കെ ഉണ്ടാവണം. അപ്പം ഓരോ യാത്രക്കാരൻ്റെ കയ്യിൽ അതാത് സർവീസിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി ഒരുപാട് സൗകര്യങ്ങളും ഉണ്ടാക്കണം. അതായത് യാത്രാ ടിക്കറ്റ് ബുക്കിങ്, സീറ്റ് റിസർവേഷന്, UPI പേയ്മെൻറ്റ്സ്, ടിക്കറ്റ് റീഫണ്ട് ഓപ്ഷന് എന്നിങ്ങനെ ഡിജിറ്റലായിട്ട് എന്തൊക്കെ സർവീസ് നൽകാമോ അതെല്ലാം ഈ ആപ്ലിക്കേഷൻ്റെ വഴി നൽകണം. അപ്പോൾ ഒരു പരാതി പരിഹാര സൗകര്യവും. പിന്നെ ഈ ആപ്പ് വഴി ഓരോ യാത്രക്കാരനെ നമുക്ക് പരസ്യ പങ്കാളിയാക്കാം. ഉദാഹരണത്തിന് ഒരു ടിക്കറ്റ് ഇപ്പം യാത്രക്കാരന് കൊടുക്കുകയാണ്, ഒരു ഇന്ന റൂട്ട് വരെ ഒരു ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടിക്കറ്റിനകത്ത് തന്നെ, പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ടിക്കറ്റിനകത്ത് തന്നെ കമ്പനികളുടെ പരസ്യങ്ങൾ ചേർക്കണം. ഒപ്പം അയാളുടെ ഫോട്ടോ പറ്റുമെങ്കിൽ ഫോട്ടോയും ചേർക്കണം യാത്രക്കാരൻ്റെ. അന്നേരം തന്നെ ഫോട്ടോ എടുത്ത് ആ ടിക്കറ്റിനകത്ത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ AI കാലമല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ കാലം വേണ്ടതെല്ലാം പെട്ടെന്ന് നടക്കും. അപ്പോൾ ആ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് പ്രത്യേകിച്ചൊരു പ്രീമിയം ഫീൽ ഉണ്ടാവും. അല്ലെങ്കിൽ യാത്രക്കാരന് ഒരു വരുമാന മാർഗ്ഗമോ അല്ലെങ്കിൽ യാത്രയിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടാനുള്ള മാർഗ്ഗമോ ആക്കി അത് മാറ്റുകയും ചെയ്യാം. അപ്പോൾ പണ്ടുള്ളവർ പറഞ്ഞ പോലെ കാലത്തിനകത്ത് നമ്മളും കോലം മാറും. പിന്നെ നമ്മുടെ ഡിപ്പോകളുടെയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളുടെയൊക്കെ മേൽക്കൂര ഉണ്ടല്ലോ, എല്ലാം അത്യാവശ്യം നല്ല വലിയ വലിയ കെട്ടിടങ്ങളല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകൾവശം സോളാർ വെക്കണം. സോളാർ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ കിട്ടുന്ന കറണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കഴിയുകയും ചെയ്യാം, ബാക്കിയുള്ള KSEBിക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന വൈദ്യുതി ബില്ല് കുറയുകയും ചെയ്യും, വരുമാനം കൂടുകയും ചെയ്യും. പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുമ്പം ടൂറുകളുടെ സാധ്യതയാണ്. സ്കൂൾ ടൂറുകൾക്ക് പ്രൈവറ്റോ അല്ലെങ്കിൽ KSRTCയോ ഒക്കെ വിട്ടു കൊടുക്കണം. ഇപ്പോഴും അങ്ങനെ സാധാരണ അല്ലാത്ത രീതിയിലാണ് സ്കൂളുകൾക്ക് വിട്ടു കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അല്ലാതെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു KSRTCക്ക് ടൂറിൻ്റെ പരിപാടിയൊക്കെ ഓരോ സ്ഥലത്തോട്ടൊക്കെ. ഇപ്പോൾ ഗവി പോകുന്നില്ലേ, അതുപോലൊക്കെ. അപ്പം ഓരോ ബസ്സും കേരള ടൂറിസത്തിൻ്റെ അംബാസഡറാണ്. ഓരോ ബസ്സും ഇപ്പം അതാത് ഡെസ്റ്റിനേഷനുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ഇതുപോലെ ബസ്സുകൾ വിടണം, പ്രൈവറ്റും KSRTCയും ഒക്കെ വിടണം. അപ്പോൾ ആ ബസ്സുകളിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പരസ്യവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ആ ഒരു നമ്മളിൽ ഈ പണ്ടത്തെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കണ്ടിട്ടില്ലേ, സിനിമ നടന്മാരുടെ ഫോട്ടോയും അതുപോലൊക്കെ ഇങ്ങനെയുള്ള ബസ്സുകളിൽ റെഡിയാക്കി വെക്കണം. അങ്ങനെ ചെയ്യുന്ന നമുക്ക് അതിനെപ്പറ്റി അറിവില്ല, എന്നാലും അങ്ങനെ ആക്കി വെക്കണം സ്ഥലങ്ങളുടെ ഫോട്ടോയൊക്കെ. പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലും വെയിറ്റിംഗ് ഷെഡുകളിലും ഇലക്ട്രോണിക് വാഹനങ്ങളുണ്ടല്ലോ, EVയുടെ ചാർജിങ് പോയിൻറ്റുകൾ നമ്മൾ സ്ഥാപിക്കണം. അപ്പോൾ അവിടെ വന്ന ആൾക്കാർക്ക് വണ്ടി ചാർജ് ചെയ്യുകയും ചെയ്യാം, അവിടെ കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യാം, അവരുടെ സേവനം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം മുമ്പേ പറഞ്ഞ പോലെ വേറെ കമ്പനികളൊക്കെ ആണല്ലോ ഇതിൻ്റെ ഈ ബസ് വെയിറ്റിംഗ് ഷെഡുകളും മറ്റും പരിപാലിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ കൂടെ ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ സേവനം വിനിയോഗപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലാകണം പദ്ധതിയുടെ ഡിസൈന്. പിന്നെ സഹകരണമാണല്ലോ എല്ലാ സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം. ഇപ്പോൾ EV ചാർജിങ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് സ്വകാര്യ കമ്പനികൾ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുക. ഇപ്പം ഗവൺമെൻറ്റിനെ കൊണ്ടെല്ലാം പറ്റത്തില്ലല്ലോ. അങ്ങനെ സ്ഥാപിക്കുന്ന സ്വകാര്യ കമ്പനികൾക്കും അവസരങ്ങൾ കൊടുക്കുക, EV ചാർജിങ് പോയിൻറ്റുകൾ സ്ഥാപിക്കുന്നവർക്ക്. പിന്നെ ബസ്സിൽ മാത്രം പോരാ, ബസ് ടെർമിനലുകളിലും യാത്രക്കാർക്ക് ഒരു അടിസ്ഥാന ആവശ്യങ്ങൾ, ഒരു പ്രീമിയം യാത്ര അനുഭൂതി നൽകണം. അതായത് നമ്മളൊക്കെ എയർപോർട്ടിൽ പോകുമ്പോൾ ചുമ്മാ നമ്മളെ കയറ്റി വിടത്തില്ല, അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അടിപൊളി സൗകര്യങ്ങളല്ലേ. അതുപോലെ ബസ് സ്റ്റാൻഡും ഒക്കെ ആക്കണം. അവിടെ ചെന്നിരുന്ന് ഒന്ന് യാത്ര ചെയ്യുന്ന പോലും ഒരു ഗത്തായിരിക്കണം, ഒരു ഗുമ്മായിരിക്കണം, ആ ഒരു പരുവത്തിലാകണം എല്ലാ സൗകര്യങ്ങളും കൂടെ. പിന്നെ സംസ്ഥാനത്തെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ, KSRTC സ്റ്റാൻഡുകൾ, ഇവിടെ എല്ലാം
ഈ പാഴ്സൽ സൗകര്യങ്ങളുണ്ടല്ലോ, ലോജിസ്റ്റിക്, ഈ കാർട്ട് ഡെലിവറി, അങ്ങനെയുള്ള ലോജിസ്റ്റിക് സൗകര്യങ്ങൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. അപ്പം കൊറിയർ, പാഴ്സൽ അങ്ങനെയുള്ള മേഖലകളും മാത്രമല്ല കൂടുതൽ തൊഴിലവസരങ്ങളും അവിടെ സൃഷ്ടിക്കപ്പെടും. ഇപ്പം നമ്മൾ എയർപോർട്ടുകളെ ഭയങ്കര ഫീലാണെന്ന് പറയുന്നത്. ഇപ്പോൾ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഏതാണ്ട് സംഭവമാണ് എന്നുള്ള രീതിയിലല്ല എല്ലാവരുടെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് എന്നുള്ള പേരുകൾ മാറ്റിയിട്ട് ബസ് ടെർമിനൽ അല്ലെങ്കിൽ ബസ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രീമിയം പേരൊക്കെ അതൊക്കെ കൊടുക്കണം, വലിയൊരു സെറ്റപ്പിൽ കൊടുക്കണം. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രീമിയം യാത്ര ചെയ്യുന്ന ഒരു അനുഭൂതി കിട്ടും. പിന്നെ പരസ്യങ്ങൾ മുമ്പ് നൽകുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞില്ലേ. അപ്പോൾ ഈ പരസ്യം നൽകുന്ന കമ്പനികൾക്ക് തങ്ങളുടെ പരസ്യങ്ങൾ എത്ര പേരിലേക്ക് എത്തി, എത്ര പേര് കണ്ടു, അതുവഴി എത്ര പേര് തങ്ങളുടെ സേവനം ഉപയോഗിച്ചു എന്നതൊക്കെ പരസ്യം നൽകുന്ന ആളുകളെ അറിയിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കണം. ഒരു ഡാഷ്ബോർഡ് പോലെ, നമ്മുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ഡാഷ്ബോർഡൊക്കെ കാണത്തില്ലേ, അതുപോലെ. അപ്പോൾ അതുവഴി കൂടുതൽ പരസ്യം തരുന്ന ആളുകൾ നമ്മുടെ ഈ മേഖലയിലേക്ക് എത്തും. പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം KSRTCയിലായാലും പ്രൈവറ്റ് ബസ് യൂണിയനിലായാലും ഈ ഒരു പരസ്യ വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ പരസ്യം നൽകുന്ന ആളുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു അഡ്വർടൈസിങ് ഡിവിഷൻ ആരംഭിക്കണം. അപ്പോൾ ഈ ഡിവിഷനിൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, കോർപ്പറേറ്റ് പാർട്ട്ണർഷിപ്പ്, ഡിജിറ്റൽ മീഡിയ, ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞ് പല ഉപവിഭാഗങ്ങളുണ്ടാവുമല്ലോ, അതെല്ലാം ഈ ഒരു മേഖലയിൽ ഉണ്ടാകണം. അപ്പോൾ ഇതുവഴി ഒരു പ്രൊഫഷണൽ ടീം ഉണ്ടാവുകയും ചെയ്യും. അതിലൂടെ എത്ര രൂപ വരുമാനം കിട്ടുന്നു എന്നെല്ലാം കൃത്യമായിട്ട് അറിയാനും കഴിയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്ന സൗജന്യ യാത്രാ പദ്ധതി അത് നമുക്ക് നഷ്ടം സൃഷ്ടിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ ഒരു പുതിയ രീതി പറയുമ്പം ഇതൊരു ചിലവല്ല, വരുമാനം കൂടുതൽ ഉണ്ടാക്കുന്നൊരു നിക്ഷേപം പോലെയാണ്. സൗജന്യ യാത്രകളെ പറ്റി, അതിൻ്റെ ഒരു പരിഹാരത്തെ പറ്റിയുമൊക്കെ മുൻ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ശ്രമിക്കാം. നന്ദി.